പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചുനീലാണ്ടൻ. പലഹാരമുണ്ടാക്കുന്ന കാര്യത്തിൽ എതിർപ്പുണ്ട് കാരണവർക്ക്. പക്ഷെ പലഹാരം തിന്നുന്ന കാര്യത്തിൽ ആ എതിർപ്പ് കാണിക്കാറില്ല. 2 കിണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞാലുടൻ മൂപ്പര് പതുക്കെ കൊച്ചുനീലാണ്ടൻ്റെ അമ്മയോട് ചോദിക്കും, ദോശ ഉണ്ടാക്കി തുടങ്ങിയോ? ഉവ്. എന്നാൽ ചെറിയ ഒരെണ്ണം ഇങ്ങോട്ടെടുത്തോളൂ, അച്ഛൻ്റെ അമ്മാവൻ ആവശ്യപ്പെടും. അമ്മ ഒരു പുഞ്ചിരിയോടെ 2-3 ദോശ വല്യമ്മാവൻ്റെ കിണ്ണത്തിൽ വയ്ക്കും. കാരണവർ 3 ദോശയും കൂടി ഒന്നിച്ച് നടുവേ മടക്കും. പിന്നെ ഒന്നുകൂടി മടക്കും. അതങ്ങനെ തന്നെ വായിലേക്ക് തള്ളും. ദോശ ഇന്ന് നന്നായിട്ടുണ്ട്, ഒരെണ്ണം കൂടി തന്നോളൂ. ഒരെണ്ണം എന്ന വാക്കിനർത്ഥം 3 അതിലധികമോ എന്നാണ്. അമ്മ 3-4 ദോശ കൂടി കിണ്ണത്തിലേക്കിടും. ചായവെള്ളം ഉണ്ടോ അവിടെ? ദോശ തിന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മാവൻ ചോദിക്കും. ഒരു കിണ്ടി ചായ മൂപ്പരകത്താക്കും. ഏമ്പക്കം വിട്ടുകൊണ്ട് എഴുന്നേൽക്കും. 9 മണിക്കാണ് കൊച്ചുനീലാണ്ടനും അവൻ്റെ അച്ഛനും പ്രാതൽ കഴിക്കാറ്. അവരടുക്കളത്തലത്തിൽ ചെന്നിരുന്നാലുടൻ കാരണവരും അടുത്തു ചെന്നിരിക്കും. കൊച്ചുനീലാണ്ടൻ ദോശ തിന്നുന്നത് നോക്കും. 2 എണ്ണം തിന്നു കഴിഞ്ഞാൽ ബഹളം കൂട്ടാൻ തുടങ്ങും. മതി, ദഹനക്കേട് പിടിക്കും നിനക്ക്. കൊച്ചുനീലാണ്ട, കുട്ടികൾ 2 ദോശ തിന്നാ മതി. കൊച്ചുനീലാണ്ടൻ ചിരിക്കും. അവൻ്റെ അമ്മയും ചിരിക്കും. അച്ഛൻ ചിരിക്കില്ല. അച്ഛന് അമ്മാവിനെ ബഹുപേടിയാണ്. അച്ഛനെ വളർത്തിക്കൊണ്ടുവന്നതും പട്ടാളത്തിലേക്ക് അയച്ചതുമൊക്കെ കാരണവരാണ്. ആ നന്ദിയും സ്നേഹവുമൊക്കെ അച്ഛൻ്റെ മനസ്സിലുണ്ട്. കൊച്ചുനീലാണ്ടൻ 4 ദോശ തിന്നു കഴിഞ്ഞാൽ കാരണവർ ബഹളം കൂട്ടാൻ തുടങ്ങും. മതി മതി അവന് കൊടുത്തത്. കൊച്ചുനീലാണ്ടൻ അരിശത്തോടെ പറയും, എൻ്റെ വിശപ്പ് മാറിയില്ല. അമ്മ 2 ദോശ കൂടി അവൻ്റെ മുന്നിൽ വയ്ക്കും. കുട്ടികളെ ഇങ്ങനെ വഷളാക്കരുത്. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അവനവൻ തന്നെ അനുഭവിക്കും. അച്ഛൻ്റെ അമ്മാവൻ താക്കീത് നൽകും. എന്നിട്ട് അദ്ദേഹം പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലും. പഞ്ചസാരപ്പാത്രം കയ്യിലെടുത്ത് തുറക്കും. ഒരു പിടി പഞ്ചസാര എടുത്ത് വായിലേക്ക് തള്ളും. തളത്തിലേക്ക് തിരിച്ചു വന്ന് കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കും. പ്ലേറ്റിൽ നിന്നും 2 ദോശയെടുത്ത് അതും വായിലേക്ക് തള്ളും. ഒരു ദിവസം ഒരബദ്ധം പറ്റി. ദോശയും പഞ്ചസാരയും ഒന്നിച്ചങ്ങനെ വായിലേക്ക് തള്ളുകയായിരുന്നു കാരണവർ. തൊണ്ടയിൽ കുടുങ്ങിയിരുന്നു ദോശ. മൂപ്പരുടെ കണ്ണു തുറിച്ചു. കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. കാരണവരുടെ നെറുകയിൽ ഉറക്ക 2 കൊട്ടുകൊട്ടി. ദോശ താഴെ ഇറങ്ങി. ഹവൂ, എനിക്ക് പറ്റിയ വിഡ്ഢിത്തേ! ജലദോഷം കൊണ്ട് തൊണ്ട അടഞ്ഞു പോയിരിക്കണു. പിന്നെ എങ്ങനെയാ ദോശ അകത്തേക്ക് ഇറങ്ങുക? അദ്ദേഹം ആരോടൊന്നില്ലാതെ പറഞ്ഞു. അച്ഛൻ്റെ അമ്മാവൻ കുറേശ്ശെയായിട്ട് തിന്നാ മതി. ഇങ്ങനെ ഒന്നിച്ച് വിഴുങ്ങിയിട്ടാ തൊണ്ടയിൽ കുടുങ്ങണത്, കൊച്ചുനീലാണ്ടൻ വ്യക്തമാക്കി. എന്നാൽ ഒരു ദോശയും കൂടി ഇങ്ങോട്ട് എടുക്ക്, അച്ഛൻ്റെ അമ്മാവൻ കൊച്ചുനീലാണ്ടൻ്റെ അമ്മയോട് പറഞ്ഞു. 2 ദോശ കൂടി തിന്നു. അച്ഛൻ്റെ അമ്മാവന് വളരെ വേഗം വിശക്കും. 11 മണിക്ക് ഊണ് വേണമെന്ന കാര്യത്തിൽ നിർബന്ധം തന്നെയാണ്. ഊണിന് മെഴുക്കുപുരട്ടിയും ഒരു കൂട്ടാനും വേണം. ചോറിൻ്റെ അത്ര തന്നെ മെഴുക്കുപുരട്ടി വേണം, എന്നാലേ ഊണ് സുഖമാവൂ. കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ ഉണ്ണുന്നതിൻ്റെ കഷ്ടിച്ച് ഇരട്ടി ചോറ് കാരണവരുണ്ണും. ഉച്ചയ്ക്കുള്ള ഊണ് കഴിഞ്ഞാലുടൻ 1/2 മണിക്കൂർ ഉറങ്ങണം. പിന്നെ വൈകുന്നേരം 6 മണിക്ക് പകലൂണാണ്. മെഴുക്കുപുരട്ടി പകലൂണിനും വേണം. പകലൂണോടുകൂടി അന്നത്തെ ഭക്ഷണ പരിപാടി ഏതാണ്ട് അവസാനിക്കും. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി.
ദൃഢൻ